വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ മഹേന്ദ്രനാണെങ്കിൽ ഡെയ്സിയും കൂട്ടിക്കൊണ്ട് നേരെ മാണിക്കോത്തേക്ക് വരുന്നുണ്ട്. നിർമ്മലയും പിന്നെ ചന്ദ്രയും ഒക്കെ ഇങ്ങനെ കൂടെ വരുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഡെയ്സിയോട് പറയുന്നുണ്ട്, എൻ്റെ മകൻ താലി കെട്ടിയ പെണ്ണ് എനിക്ക് മരുമകൾ തന്നെയാണ്. എൻ്റെ മകൻ്റെ ഭാര്യ എന്നുള്ള അധികാരത്തിൽ നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ കഴിയാം. പിന്നീട് വരുന്ന കാര്യങ്ങളല്ലേ, അതൊക്കെ ഞാൻ ഫേസ് ചെയ്തോളാം, ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഈ നിർമ്മലയും ഡെയ്സിയൊക്കെ ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഡെയ്സി ഇനി മുതൽ അവിടെ താമസിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. മിക്കവാറും അവിടെ നിൽക്കുമായിരിക്കും. ബാക്കി എന്താണെന്നുള്ളത് ഫുൾ എപ്പിസോഡ് വരുമ്പം കാണാം. അതിന് ശേഷമാണെങ്കിൽ ശാലിനി തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വരുമ്പോൾ രാഘവൻ നായരാണെങ്കിൽ ആകെ ഒരു തെറ്റിയൊരു ഭ്രാന്തമായ അവസ്ഥയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ശാലിനിയോട് പറയുകയാണ്, ദേ ഭാമയാണെങ്കിൽ കിടപ്പിലാണ്, ഇവരെല്ലാവരും കൂടി അവളോടൊപ്പം എന്നെയും കൂടെ കിടത്തി കൊല്ലാനുള്ള പരിപാടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പരസ്പരം എന്തല്ലാതെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ശാരദാമ്മയാണെങ്കിൽ ഇതൊക്കെ കേട്ടിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നേ ഉള്ളൂ. ശാലിനിക്ക് ആ ഒരു രാഘവൻ നായരുടെ അവസ്ഥ കൂടി കാണുമ്പോൾ അതിലേറെ വിഷമം തോന്നുകയാണ്. ശാലിനി ആകെ വിഷമിച്ച് അങ്ങനെ അവിടെ ആ സെറ്റിലേക്ക് ഇരിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥ പോലെയാണ്, തലയൊക്കെ പെരുത്ത് കയറുന്നു, മനസ്സ് കൈവിട്ട് പോകുന്നത് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിൽ ശാലിനി നിൽക്കുകയാണ്. അതിനുശേഷമാണ് ശാലിനി ഇങ്ങനെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഈ കുട്ടികൾ എന്തൊക്കെയോ കാണിച്ച് ബഹളം വയ്ക്കുന്നുണ്ട്, എവിടേക്കോ പോകുന്നു എന്നൊക്കെ പറയുകയാണ്. അന്നേരം ശാലിനി കുട്ടികളോടും ദേഷ്യപ്പെടുകയാണ്, ദേ ആരും ഇവിടെ നിന്ന് എവിടേക്കും പോകുന്നില്ല, രണ്ടിൻ്റെയും ഒച്ചയെങ്ങാനും ഇവിടെ പൊങ്ങിയാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ നേരെയും അങ്ങ് ശാലിനി അങ്ങ് ചാടി കടിക്കുകയാണ്. ശാലിനിയുടെ ആ ഒരു മനസ്സിലുള്ള സങ്കടമാണ് അവിടെ ദേഷ്യമായിട്ട് പുറത്ത് വരുന്നത്. അന്നേരം ഈ ശാലിനി ഇങ്ങനെ കുട്ടികളോട് ഇങ്ങനെ ചാടിക്കടിക്കുന്ന ദേഷ്യമൊക്കെ കണ്ട് ശാരദാമ്മയും ശ്യാമയും ഒക്കെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. കുട്ടികളും ആകെ പേടിച്ച് ശാലിനിയെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു 2-3 സീനാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. പക്ഷേ വിഷ്ണുവിൻ്റെ അന്വേഷണം എങ്ങും എത്തുന്നതായിട്ട് കാണിക്കുന്നില്ല. പക്ഷേ അവർ ആ രേഷ്മയുടെ ഫോണിൻ്റെ ടവർ ലൊക്കേഷനൊക്കെ ട്രേസ് ചെയ്ത് രേഷ്മ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കും. ഇനി മിക്കവാറും രേഷ്മ മധുരയിലാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ മിക്കവാറും പ്രകാശനെ ആയിരിക്കും ചിലപ്പോൾ ശാലിനി അവിടെ ആ ഒരു രേഷ്മയെ നിരീക്ഷിക്കാനൊക്കെ ആയിട്ട് ഏർപ്പാടാക്കുന്നത്. പ്രകാശന് വിഷ്ണുവിനെ അറിയാമല്ലോ, ഒരിക്കലും മധുരയിൽ വെച്ച് പ്രകാശൻ വിഷ്ണുവിനെ കണ്ടു എന്നുള്ളതും പറഞ്ഞല്ലോ. അപ്പോൾ ഇനി അതെന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മിക്കവാറും പ്രകാശനെ ആയിരിക്കും ഏൽപ്പിക്കുന്നത്. അത് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നോക്കാം. ഓക്കെ, താങ്ക്